മ്യൂച്വൽ ഫണ്ടുകളുടെ SIP മുഖാന്തരം നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്ര വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുന്നേയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ SIPകളും മറ്റും നടത്തുമ്പോൾ ഒരു പ്രത്യേക സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റഡ് പീരീഡിലേക്ക് നടത്തുന്ന നിക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു കോടിപതി ആകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യുന്നതിനുള്ള വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഏൺ ചെയ്യുന്ന ഇൻകം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു യങ്ങറായിട്ടുള്ള വ്യക്തി, അതായത് ഒരു 25-നും 30 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തി, ഈ ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏൺ ചെയ്യുന്ന പണം അല്ലെങ്കിൽ സാലറി ആയിട്ടോ മറ്റുള്ള രീതിയിൽ പണത്തിന് വലിയ ചിലവുകൾ ഉണ്ടാവില്ല. യങ്ങർ ഏജിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാരേജിന് ശേഷം ഒരു ഫാമിലി സെറ്റപ്പ് ചെയ്യുന്നതിനും കുട്ടികളുടെ എഡ്യൂക്കേഷനും മറ്റുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 25-നും 30 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തി ആ സമയങ്ങളിൽ അവർ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ഒരു നല്ലൊരു പാർട്ട് തന്നെ സേവിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. എത്ര എയർലി ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും കൂടുതൽ റിട്ടേൺസ് ഫ്യൂച്ചറിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പവർ ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സമയം ആവശ്യമാണ്. 1, 2, 3 വർഷങ്ങൾ കൊണ്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുകയില്ല. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക. ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് പീരീഡ് SIPയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 10ഓളം കാറ്റഗറീസിലുള്ള SIPകൾ പല മ്യൂച്വൽ ഫണ്ടുകളും പല പേരിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് പീരീഡ് SIP എന്ന പേരിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏതെങ്കിലും ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും നമ്മൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റഡ് പീരീഡിലേക്ക് നിങ്ങൾ SIP ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള പണം ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെത്ര ഇൻകം ജനറേറ്റ് ചെയ്താലും അവർക്ക് സർപ്ലസ് ആയിട്ട് എത്ര പണം ഓരോ മാസവും കരുതി വെക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകൾ ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന സാലറിയോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒരു നല്ലൊരു പോർഷൻ നിങ്ങൾ എക്സ്പെൻസസ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടുള്ള പൈസ ഉണ്ടാവില്ല. അഥവാ സേവ് ചെയ്യുന്ന ചെറിയ ചെറിയ തുകകൾ നിങ്ങൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി പലപ്പോഴും ഉപകാരപ്പെട്ടേക്കാം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള യൂണിറ്റുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. പീരീഡ് SIPക്ക് മറ്റുള്ള SIPകളോ അല്ലെങ്കിൽ മറ്റുള്ള SIP നിക്ഷേപങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയോ കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് പീരീഡ് SIPക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതേപോലെയുള്ള നിക്ഷേപങ്ങളിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഒരു ഷോർട്ടർ പീരീഡിലേക്കാണ്. 4 or 5 വർഷം നിങ്ങൾ നിക്ഷേപം നടത്തുക. നിക്ഷേപം നടത്തിയതിന് ശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 വർഷത്തേന് നിങ്ങൾ SIP റൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റിമെയിൻ ചെയ്യാനായിട്ട് അനുവദിക്കുകയും ആ നിക്ഷേപം നടത്തിയിരിക്കുന്ന എമൗണ്ട് വരുന്ന 15 വർഷങ്ങൾക്കോ അല്ല 10 വർഷങ്ങൾക്കോ ശേഷം
പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കോമ്പൗണ്ടിങ് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ നടത്തുന്ന നിക്ഷേപം ലോങ്ങർ പീരീഡിലേക്ക് ആയത് കാരണം പവർ ഓഫ് കോമ്പൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കൂടുതൽ ലാഭം നമുക്കതിൽ നിന്നുണ്ടാവും. മറ്റേ അഡ്വാൻറ്റേജ് ഫ്ലെക്സിബിലിറ്റിയാണ്. ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു ഫിനാൻഷ്യൽ ഗോൾ മനസ്സിൽ കണ്ടിട്ടായിരിക്കാം ഈ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ നിക്ഷേപം ലോങ് പീരീഡിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതും. എന്നാൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ നമുക്ക് പിൻവലിക്കാനും നമുക്ക് എന്താ ആവശ്യമാണോ ആ ആവശ്യങ്ങൾ നിറവേറ്റുവാനും പറ്റും. ഇതുപോലെയുള്ള ലിമിറ്റഡ് പീരീഡ് SIP-കൾ ലോങ് പീരീഡിലേക്ക് ഒരു ഫിനാൻഷ്യൽ ഗോൾ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ മാരേജിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലെയുള്ള SIP-കൾ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടുക. ആണ് നിങ്ങൾ മന്ത്ലി നടത്തുന്ന 30,000 രൂപയുടെ SIP, അതായത് 5 വർഷത്തേന് 30,000 രൂപ വീതം ഓരോ മാസവും നിങ്ങൾ നടത്തുന്ന SIP നിങ്ങൾക്ക് ശേഷം 1 കോടി രൂപയായി മാറുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയാണ് ലിമിറ്റഡ് പീരീഡ് SIP പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രസൻറ്റേഷനാണിത്. ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 കോടി രൂപ ആവശ്യമുണ്ട്. തരത്തിൽ ഓരോ മാസവും 30,000 രൂപ വീതം SIP, അതായത് മന്ത്ലി SIP വരുന്ന 5 വർഷത്തേന് നിങ്ങൾ നടത്തിയാൽ നമ്മൾ 12% നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് 12% എന്ന് പറയുന്നത്. സാധാരണ ലോങ് ടൈമിലേക്ക് ഇക്വിറ്റി ഫണ്ടുകൾ 15%, 20%, 25% ഒക്കെ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് 12% എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നടത്തുന്ന 1,80,000 രൂപ 24,74,591 രൂപ വരാം. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗെയിനിങ് പീരീഡ് വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ലംസം എമൗണ്ട് ആയാലും അല്ലെങ്കിൽ SIP ആണെങ്കിലും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ലിമിറ്റഡ് പീരീഡ് SIP ഷോർട്ട് ടൈമിലേക്ക്, അതായത് നമ്മുടെ ഈ എക്സാമ്പിളിൽ തന്നെ നമ്മളിവിടെ 5 വർഷത്തേനാണ് പറയുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് സർപ്ലസ് ആയിട്ടുള്ള പണം ഉണ്ടെങ്കിൽ നിങ്ങൾ SIP നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ആ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് മുൻകൂട്ടി തന്നെ തീരുമാനമെടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ടും സാധിക്കും. ഈ എക്സാമ്പിളിൽ 30,000 രൂപ വീതം നിങ്ങൾ 5 വർഷം മന്ത്ലി SIP ആയിട്ട് നിക്ഷേപം നടത്തിയാൽ 5 വർഷങ്ങൾക്ക് ശേഷം ആ എമൗണ്ട് ഏകദേശം 24,70,000 രൂപ ഉണ്ടാവും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ SIP നടത്തുന്നില്ല, 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ SIP സ്റ്റോപ്പ് ചെയ്ത് ഈ 24,70,000 രൂപ, അതായത് വരുന്ന 13 വർഷം നിങ്ങൾ ഹോൾഡ് ചെയ്താൽ, ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നത് 12% റിട്ടേൺസ് നമുക്ക് ലഭിക്കുമെന്നാണ്. കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ഈ എമൗണ്ട് ഏകദേശം 1,07,00,000 രൂപയോളം വരാം. ഇതാണ് ലിമിറ്റഡ് പീരീഡ് SIP-യുടെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് SIP പ്ലാൻ ചെയ്ത് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5 വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഏത് പീരീഡാണോ ഫിക്സ് ചെയ്യുന്നത് ആ പീരീഡിന് ശേഷം നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുന്നില്ല. നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന തുക നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 24,70,000 രൂപ വരുന്ന 13 വർഷത്തേന് ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കാരണവും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഹയറായിട്ടുള്ള ഒരു ഏണിങ്സ് തരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് കാരണം നമ്മളിവിടെ 12% മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയും കൂടി എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നിക്ഷേപങ്ങൾക്ക് അത് മെച്യൂർ ആകുന്ന സമയത്ത് 1 കോടി രൂപയിൽ കൂടുതൽ ഉള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിളിൽ നിങ്ങൾ മാസം നടത്തുന്ന എമൗണ്ട് 30,000-ൽ കുറവ് ആണെങ്കിൽ ഇതിൽ കുറവ് എമൗണ്ട് ലഭിക്കുകയുള്ളൂ. 30,000-ൽ കൂടുതലാണെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കൂടുതൽ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് നിങ്ങൾ നടത്തുന്ന, അതായത് മന്ത്ലി നിങ്ങൾ നടത്തുന്ന ചെറിയ 30,000 രൂപ എമൗണ്ട് വെറും 15 അല്ലെങ്കിൽ 18 വർഷം കൊണ്ട് 1 കോടി രൂപയായി മാറുന്നു എന്നുള്ളത്. നടത്തുന്ന നിക്ഷേപങ്ങൾ എപ്പോഴും ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഇൻ ബിറ്റ്വീൻ പിൻവലിക്കുകയോ അല്ലെങ്കിൽ SIP റൂട്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ SIP പാതി വഴിയിൽ നിങ്ങൾ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് പലപ്പോഴും ലഭിക്കുകയില്ല. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ഒരു മെസ്സേജ് അയയ്ക്കുക. ഈ യൂട്യൂബ് ചാനലിൽ ഏകദേശം 1200ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളും ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും അതോടൊപ്പം ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.